പാൻ്റാണോ തേക്കുന്നത്? മുണ്ട് തേക്കാനല്ലേ പറഞ്ഞ്? അങ്ങനെ ഇന്ന് മുണ്ടെടുത്ത് പോവണ്ട, പാൻ്റ് ഇട്ട് പോയാൽ മതി. മുണ്ടിന് എന്താടി കുഴപ്പം? മുണ്ടിന് കുഴപ്പമൊന്നുമില്ല. ഇച്ചാനൊരു ഡോക്ടർ അല്ലേ, അപ്പൊ അതിന്റെ രീതിക്ക് വേണ്ട ഡ്രസ് ചെയ്ത് പോവാൻ. ഡോക്ടർമാര് മുണ്ടെടുക്കൂലെന്ന് നിയമമല്ലോ ഉണ്ടോ? ഉണ്ട്. ഇച്ചാനൊരു മുണ്ടെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഡോക്ടറാന്ന് വിചാരിക്കുവോ? ഏതെങ്കിലും സ്കൂളിലെ ടീച്ചറാന്ന് വിചാരിക്കും. ടീച്ചറോ? ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാ? അറിവ് പകർന്നു തരുന്ന ഗുരു. നമ്മളെ ആൾക്കാരെ അളക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചാണ്, അല്ല നമ്മുടെ വസ്ത്രവിധാരണം കണ്ടിട്ടല്ല. ഞാനിപ്പോ പാന്റും ഷർട്ടും ഇട്ടുകൊണ്ട് പോയിട്ട് എന്റെ ഡോക്ടറുടെ പണി നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അവരെന്നെ മാനിക്കുവോ? ഇച്ചാൻ എന്തൊക്കെ പറഞ്ഞാലും ഓരോരോ ന്യായങ്ങളുണ്ട്. ഇന്ന് എന്തായാലും മുണ്ടെടുത്ത് പോവണ്ട, പാന്റ് ഇട്ട് പോയാൽ മതി. ആലീസേ, എന്ത് ഡ്രസ്സ് ഇടണമെന്നുള്ളത് എന്റെ സൗകര്യത്തിനനുസരിച്ചല്ലേ ഞാൻ ഇന്ന് മുണ്ടേ ഉടുക്കുന്നുള്ളൂ. എന്നാ എനിക്ക് പാന്റാ ഇഷ്ടം. എന്നാ നീ പാന്റ് ഇട്ടോന്നേ. വെറുതെ തർക്കിക്കാൻ നിൽക്കല്ലേ. ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പാന്റ് ഇട്ടോണ്ടേ പോകത്തുള്ളൂ. ഇതാണ് എന്റെ തീരുമാനം. ഇത് ഈ വീട്ടിൽ നടക്കത്തുള്ളൂ. ഇന്നലെ ഞാൻ മുണ്ടെടുത്താണല്ലോ പോയത്. അത് ഇന്നലെ പാല് കാച്ചം ഉണ്ടായിരുന്നോണ്ടല്ലേ, അല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോടി? ഇന്നലെ പാല് കാച്ചിട്ട് പോയപ്പോ എല്ലാരും പറഞ്ഞ എന്താണെന്നറിയാമോ? മുണ്ടെടുക്കുമ്പോൾ ഡോക്ടറിനെ കാണാൻ എന്ത് രസമാണ്. ഓഫീസിൽ ചെന്നപ്പോ സഹദേവ പറഞ്ഞ എന്താന്ന് നിനക്കറിയാവോ? അത് ശരി. ആശുപത്രിയിലെ കമ്പൗണ്ടറിന്റെ വാക്കിനാണ് എന്റെ വാക്കിനാലും വില. എന്റെ ഇച്ഛായ, ഈ സഹദേവൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു പ്രായമായിട്ടുള്ള ഒരാളാണ്. ഇയാള് പറയുന്ന പൊട്ടത്തരങ്ങൾക്കൊക്കെ നിന്നു കൊടുക്കാൻ ഇച്ഛാൻ എന്താ വട്ടുണ്ടാ? കമ്പൗണ്ടർ ആയതുകൊണ്ട് അയാൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? അയാളുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. ഡോക്ടറായ ഇച്ഛായന് ഇതിൽ നിക്കണ്ടാന്നാ ഞാൻ പറഞ്ഞത്. അതെ, നമുക്ക് കുറച്ച് അന്തസ്സൊക്കെ ഉണ്ട്. ഇച്ഛാൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം മുണ്ടെടുത്തോണ്ടാണോ വന്നത്? അല്ലേ? അല്ല, ക്രീം കളറിലെ പാന്റ് ഇട്ടോണ്ടാ വന്നത്. അതേന്ന് പാന്റ് ഇട്ടോണ്ടാ ഇച്ഛാനെ ഞാൻ കെട്ടാൻ തന്നെ തീരുമാനിച്ചത്. പിന്നെ കള്ളം സത്യൊന്ന്. മുണ്ടെടുത്തോണ്ട് എത്ര ആലോചന എനിക്ക് വന്നെന്നറിയോ? മുണ്ടെടുത്തോണ്ട് വന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ ആലോചനയും തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞത്. അയ്യടാ, സഹദേവൻ ചേട്ടൻ പറഞ്ഞെന്ന് വന്നേക്കുന്നു. ആ ചേട്ടനോട് പറഞ്ഞേക്കണം ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അഭിപ്രായം പറയാൻ നിൽക്കണ്ടെന്ന്. സഹദേവൻ ചേട്ടൻ മാത്രമല്ല, അനുരാധയും പറഞ്ഞല്ലോ. അനുരാധയാ? ഇങ്ങനെയാണ് നാട്ടുകാര്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം കാണും, അവരെന്ത് പറയും, അത്രേ ഉള്ളൂ. സഹദേവൻ ചേട്ടനാണ്. അപ്പൊ ഞാൻ ഇന്ന് പാൻ്റാണോ ഇടേണ്ടേ? സഹദേവൻ ചേട്ടൻ നോക്ക്. മുണ്ടാണോ ഉപയോഗിക്കുന്നത്? ഒരു വഷളം ചിരി. ഇച്ചായ, ഞാൻ കൊറേ സമയം ഇരുന്നിങ്ങനെ ആലോചിച്ചേ. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത്. ഇച്ചായനൊന്നും മുണ്ടെടുത്ത് പോകാനല്ലേ ആഗ്രഹിച്ചത്. ആഗ്രഹത്തിന് ഞാൻ എതിര് നിൽക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇച്ചായന്റെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം. പണ്ട് തൊട്ടേ അങ്ങനെയാ. ഇച്ചായനോട് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുമെന്നല്ലേ ഉള്ളു. പക്ഷെ അവസാനം ഇച്ചായൻ പറയുന്നതല്ലേ ഞാൻ കേൾക്കാറുള്ളൂ, അല്ലേ? ഇത്ര നേരം എന്റെ അടുത്ത് തർക്കിച്ചതോ? അത് വെറുതെ ഒരു രസം. എനിക്കല്ലേ രസം തോന്നിയില്ല. എനിക്കറിയാൻ തോന്നിയില്ലാന്ന്. പക്ഷെ അങ്ങനെ തർക്കിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഭാര്യ ഭർത്താവ് ഒക്കെ ആവുമ്പോഴേ ഇടക്കൊക്കെ തർക്കിക്കണം, അല്ലെങ്കിൽ ജീവിതം ഭയങ്കര ബോറായിപ്പോവും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇച്ചായന്റെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ അവൾ അന്വേഷിച്ചു തുടങ്ങിയെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇച്ചായന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയെന്ന്. അത് ഇവിടെ നടക്കൂല. അനുരാധ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി. എന്തെങ്കിലും അല്ലല്ലോ പറഞ്ഞത്. ഇച്ചായന്റെ ഡ്രസ്സിനെ പറ്റിയിട്ടല്ലേ പറഞ്ഞത്. ഇച്ചായന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ട്. അവക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അവള് കല്യാണം കഴിച്ചിട്ട് അവൾ അവളുടെ കെട്ടിയോട് പറയട്ടെ. ഞാനിപ്പോ എന്താ വേണ്ടത്? മുണ്ടെടുത്തോണ്ട് പോണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഈ മുണ്ട് തേച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കും, അത് നിന്നിട്ട് പൊക്കോണം. എന്തെങ്കിലും? ഗുഡ് മോർണിംഗ് ഡോക്ടറെ. ഗുഡ് മോർണിംഗ്. ഇവർ ഏത് സമയം പുറത്തിങ്ങനെ വായി നോക്കി നിൽക്കുവാണോ? അവരുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്, നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഇന്നത്തെ പതിവില്ലാതെ മുണ്ടൊക്കെ കൊടുത്ത് വെറുതെ. എനിക്ക് മുണ്ടും പാന്റും ഒക്കെ ഞാനിങ്ങനെ മാറി മാറി എടുക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാ ഡോക്ടർ മുണ്ടെടുത്ത് കാണുന്നേ. ആണോ? എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർക്ക് മുണ്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. അലീസേ, അപ്പൊ ശരി. ചുമ്മാ അയാൾ നടന്നാ പോണത്. അപ്പൊ ശരി. എപ്പൊ ശരിയെന്ന് എന്തടി ചാനിങ് വന്നേ. എന്നാന്ന്?
ഇങ്ങ് വരാൻ വാ. എന്നെ ഇവിടെ ഇരിക്ക്. ഓഫീസിൽ പോണ ലേറ്റ് ആയി. അതൊക്കെ പോയിക്കോ. പക്ഷെ ഇച്ചായ മുണ്ടെടുത്തോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ ആ പെണ്ണുമ്പോൾ പറഞ്ഞു കേട്ടില്ലേ ഇച്ചാന്റെ മുണ്ട് എടുത്തോണ്ട് നല്ല ഭംഗിയുണ്ടെന്ന്. അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യം എന്താ? അത് അവരോട് പോയി ചോദിക്കും. എന്തായാലും മുണ്ട് എടുത്തോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. മുണ്ട് എടുത്തോണ്ട് പോയാൽ അവര് വിചാരിക്കും അവര് പറഞ്ഞിട്ടാ ഇച്ചായെ മുണ്ട് എടുത്തോണ്ട് പോകുന്നതെന്ന്. അവരൊന്നും അങ്ങനെ ഇച്ചാനെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. നീ എന്നാ വർത്താനാണ് ഇത് പറയുന്നത്? നാട്ടുകാരാകുമ്പോ ഓരോ അഭിപ്രായം പറയും. അതിന് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇച്ചാൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഇന്ന് മുണ്ട് എടുത്തോണ്ട് പോവണ്ട. പിന്നെ പാൻറ് ഇട്ടോ. പാൻറ് ഇട്ടിട്ടേ ഇച്ചാൻ അവരുടെ മുന്നിൽ കൂടെ തന്നെ പോണം. അപ്പൊ അവര് കരുതിക്കോളും അവര് പറഞ്ഞ അഭിപ്രായം ഇച്ചായന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇച്ചായൻ പാൻറ് ഇട്ടിട്ട് പോയത്. പാൻറ് ഇട്ടാ മതിയല്ലേ? പാൻറ് മതി. അപ്പൊ അനുരാധ ഓഫീസിൽ വെച്ച് പറഞ്ഞല്ലോ എനിക്ക് പാൻറ്റാണ് ചേരുന്നതെന്ന്. അപ്പൊ ഞാൻ പാൻറ് ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ അനുരാധ വിചാരിക്കൂലേ അവള് പറഞ്ഞിട്ടാണ് ഞാൻ പാൻറ് ഇട്ടേന്ന്. അപ്പൊ എന്തോ ചെയ്യും? എന്റെ കർത്താവേ, ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലും. ആലിസ് മോളെ എങ്ങനുണ്ട്? ഇതെന്തോ ചായ? മുണ്ടെടുത്ത് പോയാൽ ഉണ്ണിയാർച്ചയ്ക്ക് ഇഷ്ടപ്പെടും. പാൻറ് ഇട്ട് പോയാൽ അനുരാധയ്ക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? കൊള്ളാം. ഇച്ചാനെന്താ വട്ടുണ്ടാ? എനിക്കല്ല വട്ടം. നാട്ടുകാരുടെ അഭിപ്രായത്തിനനുസരിച്ച് തരാതരം അഭിപ്രായം മാറ്റുന്ന നിനക്ക് നാട്ടുഭാഷയിൽ നമ്മൾ പറയും വട്ടം. വെറും വട്ടല്ല, മുഴുത്ത വട്ടം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഇച്ചായ ഇച്ചായ എന്ത് പരിപാടി ഇച്ചായ കാണിക്കുന്നത്? അകത്ത് പോവാൻ. അകത്ത് പറഞ്ഞ പ്രശ്നമില്ല. ഇച്ചായ ആരെങ്കിലും ഒക്കെ കണ്ടാൽ മാനം പോവും ഇച്ചായ. അത് മാത്രമല്ല ഉണ്ണിയാർച്ചാണെങ്കിൽ ഏത് സമയം വായി നോക്കാനായിട്ട് വരും. പ്ലീസ് അവരൊന്ന് നോക്കട്ടെ. അവരൊന്ന് നോക്കുമ്പോൾ എനിക്ക് മുണ്ടില്ലെന്ന് കാണുമ്പോഴേ അവർ പോയിക്കോളും. പിന്നെ മൈൻഡ് ചെയ്യില്ല. എന്റെ ഇച്ചായ കാല് പിടിക്കാൻ ഞാൻ നാണക്കേടാണ്. അകത്തോട്ട് വാ. അങ്ങനെ അകത്തോട്ട് വരുന്നത്? എനിക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ. ഹോസ്പിറ്റലിൽ പോയിക്കോ. ഡ്രസ്സ് മാറിയിട്ട് പോയിക്കോ. ഡ്രസ് എന്ന് പറയുമ്പോ പാന്റാണോ മുണ്ടാണോ? ഇച്ചാൻ എന്താണോ ഇഷ്ടം അതിട്ടോണ്ട് പോയിക്കോ. തീർച്ചയാണോ? ആ. ഇനി മേലാൻ എന്റെ വസ്ത്രധാരണത്തെ നീ ഇടപെട്ടാൽ ഇവിടെ ഓടി. തീർച്ചയാണോ? പ്രോമിസ്. പ്രോമിസ്.